നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കുണ്ടറ മണ്ഡലം കടക്കുമ്പോൾ അണിയറയിൽ വീണ്ടും പഴയ ഡീൽ രാഷ്ട്രീയത്തിന്റെ നാടകങ്ങൾ അരങ്ങേറുകയാണ്. വികസനത്തിന്റെ കാര്യത്തിൽ കുണ്ടറയെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിച്ച LDFും UDFും BJPയുടെ വളർച്ചയെ തടയാൻ വീണ്ടും വോട്ട് കച്ചവടത്തിന് തയ്യാറെടുക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. 2021 മേഴ്സിക്കുട്ടി അമ്മിയെ തോൽപ്പിച്ച PC വിഷ്ണുനാഥിന്റെ വിജയം BJP സഹായത്തോടെയാണെന്ന CPM ആരോപണം വെറും രാഷ്ട്രീയ പാപ്പരത്തമാണ്. തോൽവി സമ്മതിക്കാൻ കഴിയാത്ത CPM സ്വന്തം വോട്ടുകൾ ചോരുന്നത് മറച്ചുവെക്കാൻ BJPയുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. യഥാർത്ഥത്തിൽ വികസന മുരടിപ്പിലും അഴിമതിയിലും മനം മടുത്ത ജനങ്ങൾ ഇടതുഭരണത്തെ തൂത്തെറിയുകയായിരുന്നു. എന്നാൽ ഇത്തവണ BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ LDFും UDFും രഹസ്യധാരണയിലാണെന്ന സൂചനകൾ ശക്തമാണ്. 2016 BJP നേടിയ 20,257 വോട്ടുകൾ 2021 കുറഞ്ഞു എന്ന് വിലപിക്കുന്ന CPM എന്തുകൊണ്ട് തങ്ങളുടെ ഉറച്ച വോട്ടുകൾ കോൺഗ്രസ് പെട്ടിയിലായി എന്ന് വിശദീകരിക്കുന്നില്ല. BJPയുടെ വോട്ടുകൾ കുറഞ്ഞതല്ല, മറിച്ച് BJPയുടെ കരുത്തു ഭയന്ന് ഇടതു വലതു മുന്നണികൾ സംയുക്തമായി നടത്തിയ വോട്ടുമാറ്റമാണ് കുണ്ടറയിൽ നടന്നത്. 2026 ഈ നാടകം ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് NDA പ്രഖ്യാപിച്ചു കഴിഞ്ഞു. UDFനായി വീണ്ടും PC വിഷ്ണുനാഥ് ഇറങ്ങുമ്പോൾ CPM രംഗത്തിറക്കിയിരിക്കുന്നത് SL സജികുമാറിനെയാണ്. എന്നാൽ NDA സ്ഥാനാർത്ഥിയായി ജനപ്രിയനായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എത്തുന്നതോടെ മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റി. വിഷ്ണുനാഥിനെ വീണ്ടും സഭയിലെത്തിക്കാൻ വർഗീയ പ്രീണനവും വോട്ട് കച്ചവടവും തന്ത്രമാകുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ദുർബലമായ സ്ഥാനാർത്ഥിയെ വെച്ച് UDFനെ സഹായിക്കുന്നു എന്ന ആരോപണം അണികൾക്കിടയിൽ ശക്തമാണ്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ വരവ് കുണ്ടറയിലെ യുവാക്കൾക്കിടയിലും നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും വലിയ തരംഗമാണ് ഉണ്ടാക്കുന്നത്. 7 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന കുണ്ടറ മണ്ഡലത്തിൽ ഇന്നും അടിസ്ഥാന സൗകര്യങ്ങൾ പരിതാപകരമാണ്. കശുവണ്ടി തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാറി മാറി ഭരിച്ച മുന്നണികൾക്ക് പറ്റിയിട്ടില്ല. കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ കുണ്ടറയുടെ മണ്ണിലെത്തിക്കാൻ ഒരു BJP പ്രതിനിധി നിയമസഭയിൽ ഉണ്ടാക്കണമെന്ന ബോധ്യം ജനങ്ങൾക്കിടയിൽ വളർന്നു കഴിഞ്ഞു. ഇടതുപക്ഷവും വലതുപക്ഷവും എത്രയൊക്കെ ഒത്തുകളിച്ചാലും ഇത്തവണ കുണ്ടറയിൽ അത് നടക്കില്ല. വോട്ട് കച്ചവടത്തിലൂടെ അധികാരം നിലനിർത്താമെന്ന വിഷ്ണുനാഥിന്റെയും CPMന്റെയും മോഹം കുണ്ടറയിലെ പ്രബുദ്ധരായ വോട്ടർമാർ തകർക്കും. അഴിമതിക്കും കുടുംബ ഭരണത്തിനുമെതിരെയുള്ള ശക്തമായ ജനവിധി മെയ് 4 കുണ്ടറയിൽ പ്രതിഫലിക്കും. വികസനത്തിന്റെ പുതിയ വിപ്ലവത്തിന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനിലൂടെ കുണ്ടറ തുടക്കമിടും.